നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 115 115. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 115. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 12-ാം അധ്യായം 12-ാം ശ്ലോകം ആണ് പറയേണ്ടത്. തത സർവഗുണോദർക്കേ സ അനുകൂല ഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോർഭൂയ പാണ്ഡുരിവൗജസാവ്. തത സർവഗുണോദർക്കേ സ അനുകൂല ഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോർഭൂയ പാണ്ഡുരിവൗജസാം. അതിന് അർത്ഥം പറയുമ്പോൾ അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം? മുന്നിൽ പറഞ്ഞതിൻ്റെ ശേഷം സർവഗുണങ്ങളുടെയും ഉത്തരോത്തരാഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന അനുകൂലങ്ങളായ ഗ്രഹങ്ങളുടെ ഉദയങ്ങളോടുകൂടിയ സമയത്തിൽ ഓജസ് കൊണ്ട് പാണ്ഡുവെന്ന പോലെ ഇരിക്കുന്ന പാണ്ഡുവിൻ്റെ വംശധരൻ പിന്നെ ജനിച്ചു. പാണ്ഡുവിൻ്റെ വംശധരൻ ജനിച്ചു. അതിന് ഭാവാർത്ഥം പറയുമ്പോൾ പിന്നെ അനുകൂലങ്ങളായ ഗ്രഹങ്ങളുടെ ഉദയത്തെയും മേൽക്കുമേൽ ഗുണങ്ങളുടെ ഉത്കർഷങ്ങളെയും സൂചിപ്പിക്കുന്ന ലഗ്നത്തിൽ പാണ്ഡുവിൻ്റെ വംശത്തെ നിലനിർത്തുന്ന പരീക്ഷിത്ത് പാണ്ഡുവിന് തുല്യമായ പരാക്രമത്തോടുകൂടെ ജനിച്ചു. അതാണ് പേരക്കുട്ടിക്കും മുത്തശ്ശനും ഒരേ ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ. 13-ാമത്തെ ശ്ലോകം നോക്കൂ. തസ്യ പ്രീതമനാ രാജാ വിപ്രൈധൗമ്യകൃപാദിഭി ജാതകം കാരയാമാസ വാചയിത്വാധമംഗളം. തസ്യ പ്രീതമനാ രാജാ വിപ്രൈധൗമ്യകൃപാദിഭി ജാതകം കാരയാമാസ വാചയിത്വാധമംഗളം. സന്തോഷിച്ച മനസ്സോടുകൂടിയ രാജാവ് അവന് ധൗമ്യൻ, കൃപർ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് പുണ്യാഹത്തെ വജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യാഹം മന്ത്രയുക്തം, മന്ത്രം ചൊല്ലി പ്രോക്ഷിക്കുക. അതിനാണ് വജിപ്പിച്ചിട്ട്, പറയിപ്പിച്ച്, കേൾപ്പിക്കുക. ജാതകർമ്മത്തെ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. സന്തുഷ്ടനായ ധർമ്മപുത്ര മഹാരാജാവ് ധൗമ്യൻ, കൃപാചാര്യർ മുതലായ ഈ കൃപാചാര്യർ ഈ ഹനുമാനെ പോലെ, വിഭീഷണനെ പോലെ, അശ്വത്ഥാമാവിനെ പോലെ ചിരഞ്ജീവിയാണ് കൃപാചാര്യർ. അത് ശ്രദ്ധിക്കണം. അല്ല, എന്തുകൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തിൽ കൃപരും മരിച്ചില്ല എന്ന് ചോദിക്കരുത്. അദ്ദേഹം എന്താ പറയുക, ചിരഞ്ജീവിയാണ്. അപ്പോൾ കൃപാചാര്യർ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് ഈ ശിശുവിന്, അതായത് പരീക്ഷത്തിന് പുണ്യാഹ വാചനം ചെയ്യിച്ച ശേഷം ജാതകർമ്മത്തെയും ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. 14-ാമത്തെ ശ്ലോകം നോക്കൂ. ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യ അശ്വാൻ നൃപതിർവരാൻ പ്രാദാത് സ്വന്നം ച വിപ്രേഭ്യ പ്രാജാതീർത്ഥേ സതീർത്ഥവിത്. ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്തി അശ്വാൻ നൃപതിർവരാൻ പ്രാതാൽ സ്വന്നം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. അതിന് സൽക്കാലത്തെ അറിയുന്ന, സൽക്കാലം നല്ല സമയത്തെ അറിയുന്ന ആ രാജാവ് സന്താനം ഉത്ഭവിച്ചതായ പുണ്യകാലത്തിൽ
വേദപരാഗന്മാരായ ബ്രാഹ്മണർക്കായിക്കൊണ്ട്. ബ്രാഹ്മണരിൽ പല ആൾക്കാരുമുണ്ട്. അന്നും ദഹനത്തിന് പോകുന്ന ആൾക്കാരും ആനപ്പുറത്ത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വേദപരാംഗന്മാരായ ബ്രാഹ്മണരായിക്കൊണ്ട് ശോഭനമായ അന്നത്തെയും, സ്വ അന്നം എന്നാണ് അത് വാക്കേ. സ്വ അന്നം എന്ന് പറഞ്ഞാൽ സ്വാഗതം, സുസ്വാഗതം എന്നങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? സ്വാഗതം എന്ന് പറഞ്ഞാൽ വരൂ അല്ലേ, വരവേൽക്കുകയാണ്. സുസ്വാഗതം എന്ന് പറഞ്ഞാലോ ഓ വരൂ വരൂ, കുറേ കൂടി സന്തോഷം. അതേമാതിരി സ്വ അന്നം എന്നാണ്. പക്ഷെ സ്വന്നം എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയായി. അപ്പോൾ സ്വന്നം ശോഭനമായ അന്നത്തെയും ശ്രേഷ്ഠങ്ങളായ ഹസ്തി, അശ്വാൻ, ആനകൾ, കുതിരകൾ ഇവകളെയും സ്വർണത്തെയും പശുവിനെയും ഭൂമിയെയും ഗ്രാമങ്ങളെയും പ്രദാനം ചെയ്തു, ദാനം ചെയ്തു. ഇനി അതിൻ്റെ വാക്കാർത്ഥം നോക്കാം, അല്ല ഭാവാർത്ഥം നോക്കാം. ദാനം ചെയ്യുവാൻ തക്കതായ പാത്രം, അതായത് പാത്രം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആൾ കേമനായിരിക്കണം ദാനം ചെയ്യുമ്പോൾ. എങ്ങനെ ആർക്കെങ്കിലും കൊടുത്താൽ പോരാ. ദാനം ചെയ്യുവാൻ തക്കതായ പാത്രം, ദേശം, സമയം ശരിയായിരിക്കണം, കാലം ശരിയായിരിക്കണം. ഇവയെ നന്നായി അറിഞ്ഞിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവ് പേരക്കുട്ടി ജനിച്ചതായ പുണ്യകാലത്തിൽ ബ്രാഹ്മണർക്ക് പരമായ അന്നത്തെയും നല്ല സ്വാദിഷ്ടമായ അന്നത്തെയും സ്വർണം, പശു, ഭൂമി, ഗ്രാമങ്ങൾ, കുതിരകൾ, ആനകൾ ഇവയെയും ദാനം ചെയ്തു. അത് മാത്രം പോരാന്നാ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി പറയണു. പുത്രൻ ജനിച്ച ഉടൻ, അതായത് പൗത്രൻ ജനിച്ച ഉടൻ ആ ഗൃഹത്തിലേക്ക് ദേവന്മാരും പിതൃക്കളും വരുന്നുണ്ട്. ഇത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊന്നും അറിയില്ല, അതാണുള്ള പ്രശ്നം. പുത്രൻ ജനിച്ച ഉടൻ, അതായത് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരാൾക്കൊരു ഉണ്ണി ഉണ്ടായാൽ ആ ഗൃഹത്തിലേക്ക് ദേവന്മാരും പിതൃക്കളും വരുന്നുണ്ട്. അതിപ്പോൾ ഏത് മാതിരി ഉണ്ടോ? ഇപ്പോൾ ഈ നവാഹം നടത്തുക, സപ്താഹം നടത്തുക, ഏകാദശാഹം ശിവപുരാണം നടത്തുക, സ്കന്ദപുരാണം 41 ദിവസം. അപ്പോൾ ഭദ്രദീപം കൊളുത്തി വെച്ചാൽ ഉദ്വാസനം ചെയ്യണവരെ ശ്രേഷ്ഠന്മാരായ ഋഷീശ്വരന്മാർ, മുനികൾ, ദേവതകളൊക്കെ ആ വേദിയിലുണ്ടാവും. അപ്പോൾ ആ വേദിയിൽ വിളക്ക് കെടാൻ പാടില്ല എന്നൊക്കെ പറയും ബുദ്ധിയുള്ളവർ. പറഞ്ഞു പക്ഷേ കെട്ട എന്താ കത്തിച്ചാൽ പോലെ ചോദിക്കണവരുണ്ട്. അത് ഈ മറുചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഈ യജ്ഞം നടത്തുന്ന സിൽബന്ധികൾ, ആചാര്യൻ, പൗരാണികരെ, ഹോതാവൊക്കെ പിന്നെ കമ്മിറ്റിക്കാരൊക്കെ വളരെ സൂക്ഷിക്കണം. ആ യജ്ഞവേദീനെ കാവൽ ഇരിക്കണം. എങ്ങനെയെങ്കിലും പരമ്പൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് പറയുക, കർട്ടനൊക്കെ ഇട്ട് മൂടിപ്പോയോണ്ട് കാര്യമില്ല. ഭക്തി ഉണ്ടാവണം. അപ്പോൾ പുത്രൻ ജനിച്ച ഉടൻ ആ ഗൃഹത്തിലേക്ക് ദേവന്മാരും പിതൃക്കളും വരുന്നുണ്ട്. ആ കാലം സൂര്യഗ്രഹണാദി പുണ്യകാലത്തിന് സമം. അപ്പോൾ ചെയ്യുന്ന ദാനം അക്ഷയം, ക്ഷയിക്കാത്തത് എന്ന സ്മൃതികൾ ഉള്ളത് കൊണ്ട്, അതായത് ഈ എന്താ പറയുക, സ്മൃതി, ശ്രുതി ഇങ്ങനെയൊക്കെ ഉണ്ട്. ദേവവചനങ്ങൾ, വേദവചനങ്ങളെന്ന് തന്നെ അർത്ഥം പറയാം. സ്മൃതികൾ ഉള്ളത് കൊണ്ട് പുത്രജന സമയം ദാനോചിത കാലമാകുന്നു. പുത്രനായ ദാനധർമ്മങ്ങൾ ചെയ്യണം. യാവന്ന ചിദ്യതേന അളം താവന്നാപ്നോതി സൂതകം ചിന്നേ നാളെ തതപ്പശ്ചാൽ സൂതകം തു വിധീയതേ. പൊക്കിൾ കൂടി മുറിക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യണമെന്നാ. ഇതൊക്കെ അറിയണം. പൊക്കിൾ കൂടി മുറിക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യണം. മുറിച്ചാൽ പിന്നെ സൂതകം ആരംഭിച്ചു. ആ ദിവസങ്ങളിൽ ദാനം ചെയ്യുവാൻ ശുദ്ധി പിതാവിനില്ല. പൊക്കിൾ കൊടി മുറിക്കുന്നത് വരെ അശുദ്ധിയില്ല. പൊക്കിൾ കൊടി മുറിച്ചാൽ അശുദ്ധിയായി, പിന്നെ പല പോയിട്ട് പോകാൻ പാടുള്ളൂ എന്ന പ്രമാണപ്രകാരം പ്രസവിച്ച പൊക്കിൾ കൊടി മുറിക്കും മുമ്പ് ദാനം ചെയ്തുവെന്ന് ധരിക്കണം. പുത്രേ ജാതേ വ്യതീപാദേ ദത്തം ഭവതി ച അക്ഷയം ദേവാശ്ച പിതരൈശ്ചൈവ പുത്രേ ജാതേ ദുജന്മനാം ആയാന്തി നൃപശ്രേഷ്ഠ പുണ്യാഹിമിച്ച അബ്രവൻ എന്നുള്ള സ്മൃതിവചനം മുകളിൽ പറഞ്ഞ സംഗതികൾക്ക് പ്രമാണമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 15, 16, 17 ശ്ലോകങ്ങളൊപ്പമാണ് പോണത്.
തം ഉജുർബ്രാഹ്മണാസ്തുഷ്ടാ രാജാനം പ്രശ്രയാന്വിതം ഏഷ ഹി അസ്മിൻ പ്രജാതന്തോ പുരൂണാം പൗരവർഷഭ ദൈവേന അപ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോ വോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ തസ്മാന്നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹസ്രവാം ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഒന്നുകൂടി പറയാം. തം മുജുർബ്രാഹ്മണാസ്തുഷ്ടാ രാജാനം പ്രശ്രയാന്യുതം ഏഷ ഹി അസ്മിൻ പ്രജാതന്തോ പുരൂണാം പൗരവർഷഭ ദൈവേന അപ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോ വോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ തസ്മാന്നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹസ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. എന്താ അതിനർത്ഥം പറയാം? വിനയത്തോടു കൂടിയ ആ രാജാവിനോട്, ആരാ വിനയത്തോട് കൂടിയിട്ടുള്ള ആള്? ബ്രഹ്മപുത്രർ അല്ലേ? അപ്പോൾ രാജാവിനോട് സന്തോഷിച്ച ബ്രാഹ്മണർ പറഞ്ഞു, ഹേ പൗരവശ്രേഷ്ഠ, പുരുവംശജരുടെ ശുദ്ധമായ ഈ പ്രജാതന്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രജ, ഇപ്പം ജനിച്ച കുട്ടിയെന്നർത്ഥം, അല്ലെങ്കിൽ കുട്ടികൾ, പ്രജകൾ. പ്രജാതന്തു എന്ന് പറഞ്ഞെന്താ? കുലം നിലനിർത്തുന്നവൻ എന്നർത്ഥം. പ്രജാതന്തു എന്ന് പറഞ്ഞാൽ കമ്പിന്ന് നൂലെന്നൊക്കെ അർത്ഥം പറയും. പ്രജാതന്തു പ്രതികാരമില്ലാത്ത ദൈവത്താൽ നാശത്തെ പ്രാപിച്ചപ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രഭുവായ വിഷ്ണുവിനാൽ ദാനം ചെയ്യപ്പെട്ടവനായി. ഈ കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് ദാനം ചെയ്തു ഈ കുട്ടിയുടെ ആയുസിനെ. അത് ഹേതുവായിട്ട് ലോകത്തിൽ ഇവൻ നാമം കൊണ്ട്, പേരുകൊണ്ട് വിഷ്ണുരാധൻ എന്ന്, വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്ന് അമിത കീർത്തമാനായിട്ടും, മിതമല്ലാത്തത് വളരെ ഉയർന്ന കീർത്തിമാനായിട്ടും മഹാനായ ഭക്തനായിട്ടും മഹിമയേറിയവനായിട്ടും ഭവിക്കും. ന സന്ദേഹ, സംശയമില്ല. ന സന്ദേഹ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ബ്രാഹ്മണർ അപ്പോൾ സന്തോഷത്തോടുകൂടെ വണക്കമാർന്ന് തൊഴുത് കുനിഞ്ഞ് സമീപത്തിൽ നിൽക്കുന്ന ധർമ്മപുത്ര മഹാരാജാവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, പൂരുവംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഹേ പാണ്ഡുനന്ദന, പൂരുവംശത്തിൽ ജനിച്ചവരുടെ പ്രജാതന്തുവും പരിശുദ്ധനുമായ ഈ ശിശു തടുക്കാൻ സാധിക്കാത്തതായ ദൈവശക്തിയാൽ നാശത്തെ പ്രാപിച്ചപ്പോൾ നിങ്ങളെ അനുഗ്രഹിപ്പാൻ വേണ്ടി സ്വഭക്തന്മാരുടെ ദുഃഖങ്ങളെ തീർക്കുവാൻ പ്രഭുവായിരിക്കുന്ന വിഷ്ണുവിനാൽ നൽകപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് ഇവൻ വിഷ്ണുരാധൻ എന്ന നാമധേയത്തെ വഹിച്ച് ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടും മഹാഭക്തിയോടും കൂടെ പ്രകാശിക്കുവാൻ പോകുന്നവനാകുന്നു, സംശയമില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. യുധിഷ്ഠിരാവാച. അപ്പോൾ യുധിഷ്ഠിരന് മറുപടി വരണം. ശ്ലോകം 18. അപേക്ഷവംശ്യാൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മനാം അനുവർത്തിതാ സുദൃശസാം സാധുവാദേന സത്തമാം. അതെ, അപേക്ഷ വംശ്യാൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തിത സുദൃശസാം. യശസ്സ, സ്വന്തം യശസ് കൊണ്ട് എന്നർത്ഥേ. ഒരു മിനിറ്റ്, എന്താണ് യശസ്സ. അതെ,
സിദ് യസസ സിദ് സ്വന്തം യസസ് സിദ് യസസാം സാധുവാദേന സത്തമാം. ഇവൻ വംശത്തിൽ ജനിച്ചിരിക്കുന്ന കീർത്തിമാന്മാരും മഹാന്മാരുമായ രാജർഷികളെ, രാജർഷികളെന്ന് പറഞ്ഞാൽ എന്താ, രാജാക്കന്മാരെന്നല്ല, രാജാക്കന്മാരിൽ ഉന്നതന്മാർ ഋഷികൾ, സജ്ജനങ്ങൾ പറയുന്നതായ കീർത്തി കൊണ്ട് അനുസരിക്കുമോ? ഒരു സംശയം ചോദിക്കുകയാണ്. എന്താ, ആള് മിടുക്കനാന്നൊക്കെ പറഞ്ഞു, പക്ഷെ പ്രജകളോട് എങ്ങനെ പെരുമാറുക അതറിയണം. ഇപ്പോൾ കുട്ടികൾക്ക് ജാതകർമ്മം ചെയ്യുമ്പോൾ അച്ഛനമ്മയ്ക്ക് അത്ര ബുദ്ധിവശം ഉണ്ടാവില്ല, കാരണം ഇപ്പം ചെറുപ്പക്കാരല്ല. പക്ഷേ അവരുടെ അച്ഛനും അമ്മയും ചോദിക്കും, പ്രത്യേകിച്ച് അമ്മ ചോദിക്കും, ഈ കുട്ടിയുടെ ജാതകം കൊണ്ട് പണിക്കരെ കുടുംബത്തിന് ഐശ്വര്യല്ലേ, നാട്ടുകാരുടെ ചീത്തപ്പേരൊന്നും കേൾക്കില്ലല്ലോ ചോദിക്കും. കാരണം ഒരു വ്യക്തിയുടെ പ്രഭാവം നിലനിൽക്കുന്നത് സമൂഹത്തിന് ഉപകാരപ്രദമാകുമ്പോഴാണ്. അത് ഇന്നത്തെ ജനറേഷൻ അറിയില്ല, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അറിയില്ല. അതറിയണം. മനസ്സിലായില്ലേ? എനിക്കെന്നും എൻ്റേതെന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാണ്ട് തിന്നാൻ വരുന്ന ആൾക്കാരുണ്ട്, നമ്മളെ ചവിട്ടി മെതിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. നമ്മളർത്ഥം പറയണത് എന്താ, എനിക്കെന്നും മമത ഇല്ല. അവർ ചിലർ മമത ഇല്ലാണ്ട് നിങ്ങൾ ഒന്ന് നോക്കുമോ കുട്ടികളെ, നിങ്ങൾ തരുമോ കാശ് എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയല്ല, കാശിന് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാനുള്ള കാശ് സമ്പാദിക്കുക, എന്നിട്ടോ സ്വന്തം കടമയും കടപ്പാടുകളും നിറവേറ്റുക. എന്നാൽ ഈശ്വരൻ നമ്മളെ കൈവിടാതെ ഇരിക്കില്ല, അല്ല കൈവിടില്ല. പ്രശ്നമുണ്ടോ? അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, ഈ കുമാരൻ വൈഭവത്തോടുകൂടെ രാജപരിപാലനം ചെയ്ത് കീർത്തിയാലും നല്ലവൻ എന്ന പ്രസിദ്ധിയാലും മുമ്പ് ഈ വംശത്തിൽ ജനിച്ചവരും മഹാത്മാക്കളും പുണ്യശ്ലോകന്മാരുമായ രാജർഷികളെ അനുസരിച്ച് തന്നെ ഇരിക്കില്ലേ? അതാണ്. അപ്പോൾ ബ്രാഹ്മണാവൂചു, ബ്രാഹ്മണർ പറഞ്ഞു, പാർത്ഥ പ്രജാവിത സാക്ഷാൽ ഇക്ഷ്വാകുരിവ മാനവാം ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥീര്യഥ. എന്താ ധർമ്മപുത്രരെ ഇത്ര സംശയം? മഹാരാജാവേ, ഇവൻ എല്ലാവരെയും എല്ലാ തുറകളിലും എല്ലാവരെ പോലെയും നന്നായിരിക്കുന്നതാണ് പറഞ്ഞത്. ഞാനത് ശ്ലോകം ഒന്നുകൂടി പറയാം, എനിക്കത് മുട്ടി പറയാം, അതുകൊണ്ടാണ്. പാർത്ഥ പ്രജാവിത സാക്ഷാൽ ഇക്ഷ്വാകുരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥിര്യഥ. ദാശരഥി യഥാ അർത്ഥം വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ കുന്തിനന്ദന ആരനെ ധർമ്മപുത്രരെ അഭിസംബോധന ചെയ്യാണ്. മനുവംശത്തിൽ ജനിച്ച ഇക്ഷ്വാകുവിനെ പോലെ പ്രജകളെ രക്ഷിക്കും. ദശരഥപുത്രനായ രാമൻ എന്ന പോലെ ബ്രാഹ്മണ ഭക്തനും സത്യത്തെ വിടാത്തവനുമായിരിക്കും. ഇനി എന്താ വേണ്ടത്? ശ്രീരാമനെ പോലെയും ഇക്ഷ്വാകു വംശത്തിൽ അല്ലേ, ദശരഥനെ പോലെ. ആലോചിച്ച് നോക്കൂ എവിടെ പോയി എന്നുള്ളത്. അപ്പം പിന്നെ അതിൻ്റെ ഭാവാർത്ഥം ബ്രാഹ്മണർ പറഞ്ഞു, ഹേ കുന്തിപുത്ര, ഈ ബാലൻ മനുവിൻ്റെ പുത്രനായ സാക്ഷാൽ ഇക്ഷ്വാകു മഹാരാജാവ് എന്ന പോലെ പ്രജകളെ പരിപാലിക്കും. ഇവൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനുമായി ഭവിക്കും. വേണമെങ്കിൽ നിങ്ങളെ അഞ്ചാളേക്കാൾ മീതെ, അതാ സത്യം. ഈ പാണ്ഡുപുത്രന്മാരാരും പിന്നെ ഇക്ഷ്വാകു വംശത്തിൽ ഉള്ള മനുവിനെ പോലെയോ അല്ല ഇക്ഷ്വാകുവിനെ പോലെയോ ശ്രീരാമനെ പോലെയല്ല. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അതിനൊരു ഉദാഹരണം കൂടിയും പറയാം. യുദ്ധം ജയിക്കാനായിട്ടൊരു നുണ പറയേണ്ടി വന്നു ധർമ്മപുത്രർക്ക്. കാരണം അത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, സാരമില്ല, അങ്ങനെ പറഞ്ഞോളൂ. അശ്വത്ഥാമാവെന്ന ആന മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു, ആന എന്നുള്ളത് അദ്ദേഹം വിഴുങ്ങി സങ്കല്പിച്ചു. അപ്പോൾ വെറുതെ എന്തെങ്കിലും പറയല്ല, വ്യാസരുടെ തെറ്റുപറ്റില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ സത്യസന്ധനായി ഭവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 20ാമത്തെ ശ്ലോകം,
യേഷ ദാദാശരണ്യശ്ച യഥാ ഉശീനരാശിവി. ഉശീനര എന്നാണ് ശബ്ദം അത് കേട്ടോ. ഗ്രന്ഥമുള്ളവർ നോക്കിക്കോളൂ. യശോ വിതനിതാ സ്വാനാം ദൗഷ്യന്തി ഇവ യജ്വനാം ഏഷദാശരണ്യശ്ച യദാ ഹി ഔഷീനരാശിഭി യശോ വിധനിതാ സ്വാനാം ദൗഷ്യന്ധിരിവ യജ്വനാം. ഉശീനര ദേശാധിപനായ ശിബിയെപ്പോലെ ദാനധർമ്മം ചെയ്യുന്ന പറഞ്ഞതേ. ഇവൻ ദാനം ചെയ്യുന്നവനും ശരണാർഹനുമായി വരും. സ്വകീയന്മാരുടെയും യജ്വാക്കളുടെയും കീർത്തിയെ ദുഷ്യന്തപുത്രൻ എന്ന പോലെ പരത്തും. ദുഷ്യന്തപുത്രൻ ഭരതനെ പോലെ എന്നർത്ഥം. കഥ എല്ലാവർക്കും അറിയാതെ വിചാരിക്കുന്നു. ദുഷ്യന്തനാണ് ശകുന്തളേനെ കല്യാണം എന്താണെന്ന് പറയാം, കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ ഈ രംഭയുടെ മകളാണ്. അപ്പോൾ രംഭയ്ക്ക് ഈ കുട്ടീനെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ കൊടുത്തു. അപ്പോൾ കണ്വ മഹർഷിയാണ് ഈ ശകുന്തളേനെ നോക്കി വളർത്തിയത്. അങ്ങനെ ഈ കുട്ടി വലുതായി നല്ല യൗവനായപ്പോൾ ഒരു ദിവസം കണ്വ മഹർഷി പുറത്തു പോയിരുന്നു. അപ്പോഴാണ് നായാട്ടിന് വേണ്ടി ദുഷ്യന്ത മഹാരാജാവ് വരുന്നത്. ദുഷ്യന്ത മഹാരാജാവ് വന്നു, വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചു. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചു. താൻ ഇവിടെ വന്നു എന്നും ഈ കുട്ടീനെ വിവാഹം കഴിച്ചു എന്നും പരിരംഭിച്ചു, കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, കാര്യങ്ങളൊക്കെ ആയി. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മോതിരം കൊടുത്തു ദുഷ്യന്തൻ. അത് കയ്യിൽ വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു, കാര്യമൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, എന്താ ചെയ്യാം, ഈശ്വര ഹിതം നിറവേറ്റണം. അങ്ങനെ ഈ കുട്ടി പ്രസവിച്ചപ്പോൾ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മൂപ്പര സിംഹക്കുട്ടികളുടെ പല്ലൊക്കെ അന്നി നോക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഭരതെന്ന് പേരിട്ടു. ആ കുട്ടിയുടെ യശസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിന് ഭാരതദേശം എന്ന് പറഞ്ഞത്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ഈ കയ്യിൽ കൊടുത്ത മോതിരമൊക്കെ പോയി. അങ്ങനെ ഒരു 5-6 വയസ്സായപ്പോൾ 5 വയസ്സായപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് ഇവർ ഈ ദുഷ്യന്ത മഹാരാജാവിൻ്റെ അരമനയിലേക്ക് പോയി. മായ എന്ന് പറയാം. അദ്ദേഹത്തിന് ഇതൊന്നും ഓർമ്മ വന്നില്ല. മാത്രമല്ല ഇവളെ സ്വീകരിച്ചതുമില്ല. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കഥ മനസ്സിലായോ? അപ്പോൾ ഇത് ഈ മഹാഭാരതം വായിക്കണം. മഹാഭാരതത്തിൽ എത്ര കഥകളാണ്, ലക്ഷം കഥകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? അപ്പോൾ ദുഷ്യന്തപുത്രനെ പോലെ കീർത്തി പരത്തും എന്ന് പറഞ്ഞുവല്ലോ. ഇനി അതിന് ഭാവാർത്ഥം പറയാം. ഉശീനര ദേശങ്ങൾക്ക് അധിപതിയായിരുന്ന ശിബി ചക്രവർത്തിയെ പോലെ ദാനം ചെയ്യാൻ കേമന. ഒരു പ്രാവിനെ എന്താ പറയുക, ഒരു വേടൻ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പ്രാവിനെ കൊല്ലല്ലേ, ഈ പ്രാവിൻ്റെ തൂക്കം മാംസം എൻ്റെ ശരീരത്തിൽ നിന്ന് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടയിൽ കത്തി വെച്ച് തൂക്കി അത്രയും കൊടുത്തു. അതാണ് ഉശീനര ദേശങ്ങൾക്ക് അധിപതിയായിരുന്ന ശിബി ചക്രവർത്തിയെ പോലെ ഇവൻ ദാനം ചെയ്യുന്നവനും ആശ്രയിച്ചവരെ രക്ഷിക്കുന്നവനും. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കടമയും കടപ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അച്ഛനമ്മമാർ ഇനി എത്ര മോശക്കാരാണെങ്കിലും അവരെ നോക്കാതെ കണ്ടിരുന്നാൽ പാപമാണ്. ഇനി സഹോദരീ സഹോദരന്മാർ ആവതില്ലാത്തവരെ സംരക്ഷിക്കണം.
മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ പാപമാണ്. ഇപ്പം ഇന്ന് നവരാത്രിയാണ്. ഇന്ന് നവരാത്രി 2024 ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇപ്പോൾ നവരാത്രി തുടങ്ങിയിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ എൻ്റെ സർപ്പക്കാവ് ഞാൻ ഒരു ക്ഷേത്രമാക്കി ഡെവലപ്പ് ചെയ്തു. എനിക്ക് ആരാധ്യരായ സപ്താഹ മൂർത്തി, നവാഹമൂർത്തി, ഏകാദശാഹമൂർത്തി, വേട്ടക്കരൻ പാട്ടിന് ഉപയോഗിച്ച ചുരിക, അപ്പോൾ എന്താ അതിന് പറയാം, കിരാതവപുഷേ നമ എന്ന മൂലമന്ത്രം പറയാം. കിരാതവപുഷേ, കിരാതൻ്റെ ശരീരം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടായി പരമേശ്വരൻ. അപ്പോൾ ആ ചുരികയൊക്കെ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് മാറ്റി നിത്യപൂജ കൊടുത്ത് വരികയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നവരാത്രി എനിക്ക് കുറേ കൂടി എന്താണ് പറയുക, കുറേ കൂടി മനസ്സിന് സന്തോഷം തരുന്നതാണ്. കാരണം ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വത്തിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണം മാറ്റുന്നത് വരെ ആദ്യത്തെ 3 ദിവസം ദേവസ്വം മുളകാണ്. ഒരു പത്തടങ്ങഴി അവിലൊക്കെ കുഴച്ച് പ്രസാദമായിട്ട് കൊടുക്കും. നല്ല 2-3 തരം പഴം ഉണ്ടാവും. ചെറുപഴം, മൈസൂരി ഉണ്ടാവും, കാളി പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ പലതരത്തിലുള്ള നാലിപ്പൂവൻ, അങ്ങനെ എന്തൊക്കെയാണ് തൊടി വെച്ചാൽ അതൊക്കെ വെട്ടി ഭഗവാനെ നേദിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പം ഉണ്ടാക്കും. അപ്പം ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചിടും അവിയിൽ. കിട്ടിയവർക്ക് ലാഭം. അത്രേ പറയാൻ പറ്റുള്ളൂ. അതേമാതിരി വിളക്കുമാടൊക്കെ നന്നായിട്ട് തെളിയിക്കും. അതിലൊക്കെ എനിക്ക് നല്ലൊരു പങ്കുണ്ട്. ഞാൻ വെറുതെ ആചാര്യനായതല്ല. ഈശ്വരനെ സേവിച്ചതിൻ്റെ മഹിമ ഈശ്വരൻ എന്നെ ആശ്രയായി പോവാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഉണ്ടായത് പരമേശ്വരയിലെ. അപ്പോൾ വിളക്കൊക്കെ വെച്ചപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം ദൈവസ്തംഭം തെളിയിച്ചു. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഈ ബ്രാഹ്മണർക്ക് മരിച്ച ദിവസം തിഥിയാണ് നോക്കുക, ശൂദ്രർക്ക് നാളാണ് നോക്കുക. അപ്പോൾ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാവ കാരണം 1974 ഒക്ടോബർ 9-ാം തീയതിയാണ് മരിക്കുന്നത് അദ്ദേഹം. അന്ന് നവമി തിഥിയാണ്. അപ്പോൾ അതുപ്രകാരം നോക്കുമ്പോൾ ഈ 12-ാം തീയതിയാണ് ശ്രാദ്ധം വരിക. 50 കൊല്ലം തികയാൻ പോവുകയാണ്, 50 years. അപ്പോൾ ഞാൻ ഇത് ഓരോ എപ്പിസോഡും പറയുമ്പോൾ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്നുള്ളത് എൻ്റെ അഭിവന്യ പിതാവിനെ ആശ്ലേഷിച്ചും വണങ്ങിയും നമസ്കരിച്ചിട്ടും പ്രദക്ഷിണം ചെയ്തിട്ടും ആണ് ഞാൻ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്ത നന്മ കൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എനിക്ക് അത്ര മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഉശീനര ദേശങ്ങൾക്ക് അധിപതിയായിരുന്ന ശിബിചക്രവർത്തിയെ പോലെ ഇവൻ ദാനം ചെയ്യുന്നവനും ആശ്രയിച്ചവരെ രക്ഷിക്കുന്നവനും. അതാണ് സത്യം. ദുഷ്യന്ത മഹാരാജാവിൻ്റെ പുത്രനായ ഭരതൻ എന്ന പോലെ സ്വവംശത്തിൽ ജനിച്ചവർക്കും യാഗം ചെയ്യുന്നവർക്കും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായി തീരും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തു. അടുത്ത ശ്ലോകം 21. ധ്വന്യിനാമഗ്രണീരേഷ തുല്യശ്ച അർജുനയോർദയോ ഹുദാശ ഇവ ദുർദർശ സമുദ്ര ഇവിദുസ്തരാം. ധന്യിനാമഗ്രണീരേഷ തുല്യശ്ച അർജുനയോർദയോ ഹുദാശ ഇവ ദുർദർശ സമുദ്ര ഇവദുസ്തരാം. എന്താണ്? ഇവൻ വില്ലാളികളുടെ മുമ്പനും 2 അർജുനന്മാരുടെയും, ഒന്ന് കാർത്തിവീരാർജുനൻ, പിന്നെ ഒന്ന് നമ്മുടെ മധ്യമപാണ്ഡവനായിരിക്കുന്ന ഇവൻ്റെ മുത്തശ്ശൻ, ആ 2 അർജുനന്മാരുടെയും സമനും അഗ്നി എന്ന പോലെ പരിഭവിപ്പിക്കുവാൻ കഴിയാത്തവനും, അഗ്നിയെ പരിഭവിക്കാൻ പറ്റില്ല, പരിഭവിപ്പിക്കുവാൻ കഴിയാത്തവനും, സമുദ്രമെന്ന പോലെ ഉല്ലംഘിപ്പാൻ കഴിയാത്തവനും. പണ്ടത്തെ കാലത്ത് ഈ സമുദ്രം കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. ഇപ്പോൾ സബ്മറീനുണ്ട്, അല്ലെങ്കിൽ മറ്റേ വലിയ വലിയ ആഡംബര കപ്പലുണ്ട്, അല്ലെങ്കിൽ പ്ലെയിനുണ്ട്, അത് വേറെ കാര്യം. മനസ്സിലായോ? സാധാരണക്കാരന് സാധിക്കില്ല. അപ്പോൾ അതിനെന്താ നമ്മൾ ഭാവാർത്ഥം പറയുക? ഇവൻ വില്ലാളികളിൽ വെച്ച്
കാർത്തിവീരാർജുനൻ, നിങ്ങളുടെ സഹോദരനായ അർജുനൻ, ഇവർക്ക് രണ്ടുപേർക്കും സമനും അഗ്രഗണ്യനുമായിരിക്കും. അഗ്നി എന്ന പോലെ ഇവൻ ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവനാവും. അഗ്നിനെ ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. ആക്രമിച്ചവരെ നിശേഷം നശിപ്പിക്കുന്ന അർത്ഥം അഗ്നി. അതുപോലെ സമുദ്രം എന്ന പോലെ അതിക്രമിക്കാൻ കഴിയാത്തവനുമായി വരും. ഇവൻ്റെ ആജ്ഞയെ നിരസിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഏവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടും, ഈ നവരാത്രിയുടെ ഉദ്ദേശം ശരിക്കും എന്താ? കൃഷ്ണസോദരി മഹാമായയുടെ 9 ദിവസങ്ങളാണ് അല്ലേ? ആ 9 ദിവസങ്ങളിൽ സാധാരണ പോലെ എല്ലാ ദിവസത്തെ പോലെ ശുചിയായിട്ടും ശാരീരിക ശുചിത്വത്തോടുകൂടിയും മനസ്സിൻ്റെ ശുചിത്വമാണ് പ്രധാനം. ശാരീരിക ശുചി ഇപ്പോൾ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ വെള്ളം പ്രോഷിച്ചാൽ മതി. പക്ഷേ മനസ്സ് ഭഗവാന് കൊടുക്കുന്ന, ഭഗവതിക്ക് കൊടുക്കുന്ന വേണം. മനസ്സിലായില്ലേ? അല്ലാതെ കണ്ട് പുറമേയുള്ള പൂജകളിൽ വ്യാപൃതരായിട്ട് കാര്യം ഒന്നും നടക്കാത്ത വഴിയിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. നിങ്ങൾ, ഞാൻ വളരെ സിൻസിയറായിട്ട് പറയണു. ബാഹ്യമായ കാര്യങ്ങളല്ല വേണ്ടത്. മനസ്സ് ക്ഷോഭിക്കാതെ കണ്ട് വേണ്ടപ്പെട്ടവരെ, നമ്മളെ ആശ്രയിക്കുന്നവരെ ദുർബലപ്പെടുത്താതെ കണ്ട് അവരെ ശുശ്രൂഷിച്ചാൽ തന്നെ നവരാത്രി എന്നല്ല 365 ദിവസവും നമ്മൾക്ക് സൗഖ്യം അനുഭവിക്കാൻ പറ്റും എന്നൊരു അനുഭവത്തിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രതീക്ഷയിലെ ഏവർക്കും ശാന്തിയും സമാധാനവും അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.